അതേസമയം സർക്കാർ രൂപീകരണ നീക്കങ്ങൾ കോൺഗ്രസും ബിജെപിയും സജീവമാക്കി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം തുടങ്ങി. ഗവർണറുടെ തീരുമാനം പ്രതികൂലമായാൽ നിയമ നടപടി സ്വീകരിക്കാനാണ് ആലോചന. ജെഡിഎസിന്റെ പാർലമെന്ററി യോഗവും തുടങ്ങി. ബിജെപി പാർലമെന്ററി പാർട്ടി 10:30 ശേഷം യോഗം ചേരും. ബി.എസ്. യെദ്യൂരപ്പ ഇന്ന് വീണ്ടും ഗവർണറെ കാണുമെന്നും സൂചനയുണ്ട്. സ്വതന്ത്ര എംഎൽഎ ആയ ആർ ശങ്കർ ബിജെപിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ബി.എസ്. യെദ്യൂരപ്പയുടെ വീട്ടിലെത്തിയാണ് അദ്ദേഹം പിന്തുണ അറിയിച്ചത്. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നു. രഞ്ജിത്ത്, തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പാർലമെന്ററി പാർട്ടി യോഗം തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിന്റെ ഏതു വിധേനയും സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളിലാണ് കോൺഗ്രസും ജെഡിഎസും. ഒപ്പം തന്നെ ബിജെപി സർക്കാർ രൂപീകരിക്കുമെന്ന് ഇന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് നീക്കങ്ങൾ? രേണുക, കർണാടകയിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ തുടർച്ചയായ രണ്ടാം ദിവസവും സജീവമാണ്. ഇന്നലെ നമുക്കറിയാം കോൺഗ്രസ് ചടുലമായ നീക്കത്തിലൂടെ ജനതാദളിന് പിന്തുണ പ്രഖ്യാപിക്കുകയും കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ സമ്മതം മൂളുകയും ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ബിജെപി നിയോഗിച്ച ബിജെപി ഗുജറാത്തിലെ മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഗവർണർ അദ്ദേഹം എടുത്ത തീരുമാനം ദേശീയതലത്തിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം പ്രതിഷേധത്തിന് കാരണമായ സാഹചര്യം ഉണ്ട്. സ്വാഭാവികമായും ഗവർണർ വലിയ കക്ഷിയായ ബിജെപിയുടെ നേതാവ് യെദ്യൂരപ്പയെ ക്ഷണിക്കും എന്ന സൂചനയാണ് ഇപ്പോൾ അവസാന നിമിഷത്തിലുള്ളത്. യെദ്യൂരപ്പ ഇന്ന് ഗവർണറെ കാണാൻ സമയം ചോദിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഗവർണറെ കണ്ടതിന് ശേഷം യെദ്യൂരപ്പയെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന സൂചനയാണ് കോൺഗ്രസ് നൽകുന്നത്. ഒപ്പം സർവകക്ഷി സംഘം രാഷ്ട്രപതിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ നീക്കം ഈ വിഷയത്തിൽ വളരെ കരുതലോടെ നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 112 എന്ന മാന്ത്രിക സംഖ്യ കടന്ന് 4 പേരുടെ പിന്തുണ കൂടി ഉറപ്പാക്കി 116 എന്ന സംഖ്യയിലെത്തിയിട്ടും ഗവർണർ തങ്ങളെ മന്ത്രിസഭ ഉണ്ടാക്കാൻ ക്ഷണിക്കാത്ത സാഹചര്യം വളരെ ഗൗരവമായി കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരുകയും തുടർ നടപടികൾ എന്തു വേണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ സമാനമായ സാഹചര്യത്തിൽ ബിജെപിയുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്ന് ചേരുന്നുണ്ട്. 11 മണിക്കാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം തങ്ങളുടെ എംഎൽഎമാരെ അടക്കം ബിജെപി ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു, ജനതാദളിന്റെ എംഎൽഎമാരെ കൂറുമാറ്റാനുള്ള ശ്രമം നടത്തുന്നുവെന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും യെദ്യൂരപ്പയുടെ ഭാഗത്ത് നിന്ന് ജനതാദളിന്റെ 4 എംഎൽഎമാരെ ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ 6 എംഎൽഎമാരും ഇത്തരത്തിൽ മറുകണ്ഠം ചാടുന്ന സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എംഎൽഎമാരെ പല റിസോർട്ടുകളിലേക്കടക്കം ഇന്ന് വൈകുന്നേരത്തോടെ മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും കർണാടകത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി തുടരുകയാണ്. ബിജെപി പണം വാഗ്ദാനം ചെയ്തതായി കോൺഗ്രസ് എംഎൽഎ അമര ഗൌഡ ഇതിനോടകം പരസ്യമായി തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു. ബിജെപിയെ സംബന്ധിച്ച് അവർ 2008 പയറ്റി വിജയം കണ്ട തന്ത്രം തന്നെയാണ് അത് തന്നെയായിരിക്കുമോ ബിജെപി ഇത്തവണയും ശ്രമിക്കുക? അതിനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടക്കുക. അങ്ങനെയുള്ള നീക്കത്തിൽ ബിജെപിയുടെ വാഗ്ദാനത്തിൽ കോൺഗ്രസിന്റെയോ ജെഡിഎസിന്റെയോ എംഎൽഎമാർ വീണു പോകാനുള്ള സാധ്യതയുമുണ്ടോ? സ്വാഭാവികമായി രേണുക, നമുക്കറിയാം ജനതാദളുമായി സഖ്യമുണ്ടാക്കിയത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കോൺഗ്രസും ജനതാദളും തമ്മിൽ ശക്തമായ മത്സരം നടന്ന പല മണ്ഡലങ്ങളിലും ബിജെപി ജനതാദളിനെ വോട്ടുമറിച്ചു എന്ന ആരോപണവും ശക്തമായിരുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തോറ്റ ചാമുണ്ടേശ്വരിലടക്കം അവിടെ ബിജെപി സ്ഥാനാർത്ഥിക്ക് 2000 വോട്ട് മാത്രമാണ് കിട്ടിയത്. ആ ബാക്കി വോട്ടുകൾ എതിരാളിയായ ദേവഗൌഡയ്ക്ക് നൽകി ചാമുണ്ടേശ്വരിയിൽ മുഖ്യമന്ത്രിയെ തോൽപ്പിച്ചു എന്ന ആരോപണം കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിലാണ് കോൺഗ്രസും ജനതാദളും തമ്മിൽ സഖ്യമുണ്ടാക്കുകയും കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യത തേടുകയും ചെയ്തത്. സ്വാഭാവികമായും കോൺഗ്രസിലും ദളിലും അതൃപ്തരുണ്ട്, എംഎൽഎമാരിൽ അസംതൃപ്തരുണ്ട്. ഇവരെ ചാക്കിട്ട് പിടിക്കുകയാണ് ഇപ്പോൾ ബിജെപിയുടെ ലക്ഷ്യം. 2008 നേരത്തെ രേണുക പറഞ്ഞതുപോലെ 2008 യെദ്യൂരപ്പ സ്വീകരിച്ച് വിജയിച്ച അതേ തന്ത്രം തന്നെ ഇവിടെ പയറ്റിയേക്കാം. അതിനുള്ള സമയം കൂടിയാണ് ഗവർണർ നൽകിയിരിക്കുന്ന സൂചന ലഭിക്കുന്നത്. പ്രത്യേകിച്ചും ഒരാഴ്ച സമയം യെദ്യൂരപ്പയ്ക്ക് നൽകുന്നതിലൂടെ ഒരുപക്ഷെ ഇത്തരത്തിൽ ചില നീക്കങ്ങൾ ബിജെപിയുടെ ഭാഗത്തുനിന്നുണ്ടായേക്കാം. അതിനുള്ള ശ്രമം നടക്കുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ഈ ഒരു ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നിയമ നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ ഒരുപക്ഷെ ഗവർണർ കോൺഗ്രസിനെ കുമാരസ്വാമിയെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിച്ചില്ല, യെദ്യൂരപ്പയെ ക്ഷണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സർവകക്ഷി സംഘം പ്രസിഡന്റിനെ കണ്ട ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഒപ്പം നിയമ നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗവർണറിന്റെ വിവേചന അധികാരമാണിത്. ആരെ ക്ഷണിക്കണം ആരെ ക്ഷണിക്കേണ്ട എന്നുള്ള കാര്യം. ഗോവയിൽ നേരത്തെ ബിജെപിക്ക് ഭൂരിപക്ഷം ഇല്ലാതിട്ടും സ്പീക്കർ ക്ഷണിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഇന്നലെ വരെ കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്നത്. ഇത്തരത്തിൽ ഭൂരിപക്ഷമുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി ഉണ്ടാക്കിയെങ്കിൽ പോലും തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഗോവയിലെ സമാനമായ സാഹചര്യം ആവർത്തിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ ഗവർണറുടെ വിവേചനാധികാരം അത് തങ്ങൾക്ക് അനുകൂലമാകും, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ബിജെപി പ്രയോജനപ്പെടുത്താനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്.
ഇന്ന് വീണ്ടും ഗവർണറെ കാണും എന്നാണ് യെദ്യൂരപ്പ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ യെദ്യൂരപ്പ ആണ് മാധ്യമങ്ങളോട് ഒരാഴ്ചത്തെ സമയം അനുവദിച്ചു എന്ന് പറയുന്നത്. ഗവർണറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഗവർണറുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നോ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇന്നത്തെ കൂടിക്കാഴ്ച കൊണ്ട് ബിജെപി എന്താണ് ആലോചിക്കുന്നത്, എന്താണ് അതിലൂടെ നീക്കം? നമുക്കറിയാം, ഇന്നലെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രേണുക. പ്രത്യേകിച്ചും നേരത്തെ കുമാരസ്വാമിയും കോൺഗ്രസ് നേതാക്കളും ഗവർണറെ കാണാൻ സമയം ചോദിക്കുകയും സമയം നൽകാതിരിക്കുകയും ചെയ്തിരുന്നു ഗവർണർ. തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ഫലം വന്നതിന് ശേഷം കാണാം എന്ന് പറയുമ്പോഴും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വ നിർദ്ദേശപ്രകാരം ഗവർണർ യെദ്യൂരപ്പയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കുകയും യെദ്യൂരപ്പയോട് ഒരാഴ്ച ഏതാണ്ട് മന്ത്രിസഭ ഉണ്ടാക്കാൻ സമയം നൽകാം എന്ന രീതിയിൽ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെന്ന സൂചനകൾ പുറത്തുവരികയും ചെയ്തു. ഇതുപോലെ തന്നെ ബി ജെ പി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവർണർ ബി ജെ പി പക്ഷക്കാരനാണ്. മോദി മന്ത്രിസഭയിൽ ദീർഘകാലം മന്ത്രിയായിരുന്ന ആളാണ്. സ്വാഭാവികമായും ഗവർണറെ സ്വാധീനിക്കുക എന്നത് ബി ജെ പിക്ക് അത്ര പ്രയാസമുള്ള കാര്യമല്ല. നമുക്കറിയാം, ബി ജെ പി ഇന്നലെ ഉച്ചവരെ ഏറെ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു കർണാടക. അവിടെ മന്ത്രിസഭാ രൂപീകരണത്തിന് ആരുടെയും പിന്തുണ വേണ്ട എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ആയിരുന്നു ബി ജെ പിയുടെ പോക്ക്. ബി ജെ പിക്ക് ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ച കാര്യങ്ങൾ ഒട്ടും ഉൾക്കൊള്ളാനായിട്ടില്ല. പ്രത്യേകിച്ച് 104 സീറ്റിലേക്ക് കാര്യങ്ങൾ പോയ സാഹചര്യം. എങ്ങനെയും അവിടെ ഭരണം പിടിക്കുക എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഗോവയിലും ഒപ്പം ഗോവയിലടക്കം ഉള്ള സ്ഥലങ്ങളിൽ ബി ജെ പി പരീക്ഷിച്ച് വിജയിച്ച തന്ത്രമുണ്ട്. ഈ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും മന്ത്രിസഭ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അത് തന്നെ ഇവിടെ ആവർത്തിക്കും. അതിനുള്ള എല്ലാ സാഹചര്യമുണ്ട്. അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ്. 104 സീറ്റുണ്ട്. 112 അല്ലെങ്കിൽ 113 എന്ന സംഖ്യയിലേക്ക് എത്തുക ഇപ്പോൾ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രയാസമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, കർണാടക രാഷ്ട്രീയം സാമ്പത്തികവുമായി ബന്ധപ്പെട്ടതാണ്. ബെല്ലാരി സഹോദരന്മാരെ പോലെയുള്ള ആളുകൾ എത്ര പണം ഒഴുക്കാനും തയ്യാറായിട്ടുള്ളവരുണ്ട്. കുമാരസ്വാമിയുടെ ദളിലുള്ളവർ പോലും പണം കണ്ടാൽ മറുകണ്ഠം ചാടുന്ന നിരവധി പേരുണ്ട്. കോൺഗ്രസിലും അസംതൃപ്തരുണ്ട്. ഇതൊക്കെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷകൾ. സ്വാഭാവികമായും ഇവയൊക്കെ മുതലാക്കാനുള്ള ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പ്രത്യേകിച്ചും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നാൽ അത് മറ്റൊരു മുന്നണി, ബി ജെ പിയുടെ ബദലായുള്ള ഒരു മുന്നണിയുടെ ഉദയത്തിനുള്ള കാരണമായേക്കാം. ഈ സാഹചര്യങ്ങളൊക്കെ അമിത്ഷായും മോദിയും കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മാത്യു കുഴൽനാടൻ, തിരക്കിട്ട ചർച്ചകളാണ് കർണാടകയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ രൂപീകരണത്തിനുള്ള എല്ലാ സാധ്യതയും തേടുകയാണ്. ഗവർണർ നിഷ്പക്ഷനായിരിക്കണം എന്ന് ഗുലാം നബി ആസാദ് പറഞ്ഞിരിക്കുന്നു. പാർലമെന്ററി പാർട്ടി യോഗവും തുടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ എന്താണ്? അല്ല, കോൺഗ്രസ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു എന്നത് നമുക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി. പക്ഷേ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഫ്ലോറിൽ മെജോറിറ്റി കൺവിൻസിംഗ് ആയി പ്രൂവ് ചെയ്യുന്ന ഒരു ലീഡറെ, അതായത് അവരുടെ ഒരു ഭരണഘടനാ ദൗത്യം എന്ന് പറയുന്നത് ജനാധിപത്യം ഉറപ്പാക്കുക, അതല്ലെങ്കിൽ അവിടെ കുതിരക്കച്ചവടത്തിനുള്ള സാധ്യത ഇല്ലാതാക്കി ഈ ഘട്ടത്തിൽ ജനാധിപത്യ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ദൗത്യം. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ജയിച്ചു വന്ന നേതാവിന് സർക്കാർ ഉണ്ടാക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കണം എന്ന് സർക്കാരിയ കമ്മീഷൻ ശുപാർശയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതല്ല, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മുന്നണിയായി ഇനിയിപ്പോ അത് കഴിഞ്ഞാലുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടികൾ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുന്ന നേതാക്കൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് JDS-ഉം കോൺഗ്രസും ചേർന്ന് ഈ ഹാഫ് പേ മാർക്ക് ക്രോസ് ചെയ്ത് അത്രയും പേരുടെ പിന്തുണ ഉറപ്പിച്ചുള്ള കത്ത് ഗവർണർക്ക് നൽകി കഴിഞ്ഞാൽ പിന്നീട് വേറൊരു പാർട്ടി നേതാവിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജനാധിപത്യ വിരുദ്ധമായി അല്ലെങ്കിൽ അട്ടിമറിയിലൂടെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ആയിക്കോ എന്ന നിലയിൽ ഗവർണർ കൂട്ടുനിൽക്കുന്നതിന് തുല്യമാകും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശ്രീ മാത്യു കുഴൽനാടൻ, അതിന്റെ ധാർമ്മികത ഒക്കെയും കഴിഞ്ഞ ദിവസം വളരെയധികം ചർച്ച ചെയ്തതാണ്. അതിലേക്ക് വരുന്നതിന് മുൻപ് ഈ ഭൂരിപക്ഷം തെളിയിക്കാനാകുമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിന് ഇപ്പോഴുണ്ടോ? ഒരു കോൺഗ്രസ് MLA തന്നെയാണ് തനിക്ക് പണം വാഗ്ദാനം ചെയ്തു എന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള നീക്കങ്ങൾ അവിടെ സജീവമാണ് താനും. അങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ട്. JDS-ൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ MLA-മാരെ അടർത്തിയെടുക്കുക എന്ന നീക്കമാണ് BJP പയറ്റുന്നതെന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണ അവർ അത് വിജയം കണ്ടതാണ്. ആ രീതിയിൽ MLA-മാരെ അടർത്തിയെടുത്ത് സർക്കാർ രൂപീകരിച്ച് വിജയം കണ്ടവർ തന്നെയാണ്. അങ്ങനെ ഒരു ആത്മവിശ്വാസം ഇപ്പോഴും കോൺഗ്രസിനുണ്ടോ? തങ്ങളിൽ നിന്ന് ആരും പോകില്ല എന്ന ആത്മവിശ്വാസം? തീർച്ചയായിട്ടും
ഇത് ഈ കോൺഗ്രസിന്റെ ഈ നീക്കം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കിട്ടിയ അപ്രതീക്ഷിതമായ അടിയായിരുന്നു. അവരൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവരെ അഭിമാന പോരാട്ടം എന്ന നിലയിൽ കർണാടകയിൽ സർക്കാർ രൂപീകരിക്കുമെന്ന അഹങ്കാരത്തോടെ രാജ്യത്തോട് മുഴുവൻ പറഞ്ഞതാണ്. എന്നാൽ അതിന് സാധിക്കാതെ വരുന്നതിന്റെ വലിയ ദുരിതവും വലിയ വൈകല്യവും ഒക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് മാർഗം ഉപയോഗിച്ചും ഈ ഇടപെടുന്നതുകൊണ്ട് ശ്രമിക്കുക. ശ്രീ മാത്യു കുഴൽനാടൻ, ആ അപ്രതീക്ഷിത അടി ബി.ജെ.പിക്ക് കൊടുത്തത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണോ JDS ആണോ? തെരഞ്ഞെടുപ്പിൽ അവരുമായി ഒരു ധാരണ ഉണ്ടാക്കുകയും അതനുസരിച്ച് വോട്ട് മേടിച്ചു എന്ന ആരോപണമാണ് പല സീറ്റുകളിലെയും വോട്ട് നില ചൂണ്ടിക്കാട്ടിയ ആളുകൾ ആരോപിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് വേളയിൽ സഹകരിക്കുകയും ഫലം വന്നതിന് ശേഷം അങ്ങനെ ഒരു അടി കൊടുക്കുകയും ചെയ്തത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണോ JDS ആണോ? അല്ല, JDSന് കോൺഗ്രസിനെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നല്ലോ. കോൺഗ്രസിന്റെ നിലപാട് മാത്രമാണ് ഇന്നത് നിർണായകമായത്. കാരണം JDS കോൺഗ്രസിന് ഒരു സഖ്യത്തിൽ പിടിച്ചാണെന്ന് പറഞ്ഞാൽ അത് ഒട്ടും രാഷ്ട്രീയപരമായി ജസ്റ്റിഫയബിൾ അല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ആരും ഗൗനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ നിലപാടും കോൺഗ്രസിന്റെ തീരുമാനവുമാണ് ഇതുപോലൊരു സഖ്യത്തിലേക്ക് നയിച്ചത്. അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, രാജ്യത്ത് വർഗീയ ശക്തികൾ അധികാരത്തിൽ വരുന്നതിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ ഏതറ്റം വരെയും കോൺഗ്രസ് പോകും എന്ന സന്ദേശമാണ് കർണാടകയിലെ ഈ നീക്കത്തിലൂടെ കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകും. ഏതറ്റം വരെ പോയാണെങ്കിലും ഈ വർഗീയ കക്ഷികളെ അധികാരത്തിൽ മാറ്റി നിർത്തുകയാണ്. ഇതിനു മുമ്പും കോൺഗ്രസ് നയം ഇത് തന്നെയായിരുന്നു. വ്യക്തമാണ് താങ്കളുടെ വാക്കുകൾ. താങ്കൾ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ ശ്രീമതി ശോഭ സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, കർണാടകയിൽ സർക്കാർ ഉണ്ടാക്കും എന്ന നിലപാട് അല്ലെങ്കിൽ ആ വാദം ബി.ജെ.പി ആവർത്തിച്ചിരിക്കുകയാണ് ഇന്നും. എങ്ങനെ സർക്കാർ ഉണ്ടാക്കും, എങ്ങനെ ഭൂരിപക്ഷം തെളിയിക്കാനാകും എന്നാണ് ബി.ജെ.പി കരുതുന്നത്? JDS അവിടുത്തെ മൂന്നാമത്തെ കക്ഷി കോൺഗ്രസിനൊപ്പമാണ്. അവർ കോൺഗ്രസിനൊപ്പം സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത തേടി ഗവർണറെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വതന്ത്രരോ മറ്റുള്ള സീറ്റുകളോ അധികം ഇല്ലാതാനും. അപ്പോൾ എങ്ങനെ സർക്കാർ രൂപീകരിക്കുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? എന്താണ് നിങ്ങളുടെ നീക്കം? അതായത് കർണാടകയിലെ കോൺഗ്രസ് മത്സരിച്ചത് കുമാരസ്വാമിക്കെതിരായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ടുമാണ്. കാരണം ഇന്നലെ പോലും ചർച്ചയിൽ ഉച്ചവരെ JDSന്റെ കേരളത്തിലെ നേതാക്കൾ പോലും നടത്തിയ ചർച്ച ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും, അവർ കോൺഗ്രസിനെതിരായിട്ട് തന്നെയാണ് പ്രവർത്തിച്ചത്. ഇവിടത്തെ കാര്യമല്ല, അവിടെ പറയുന്നതിനനുസരിച്ച് ഇവിടെ മാറുക എന്നുള്ളത് അവർക്ക് അവരുടെ മുന്നിൽ പോകാൻ വഴിയുള്ളൂ. പക്ഷെ വിഷയം അതല്ല. കർണാടകയില് കോൺഗ്രസിന്റെ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള സിദ്ധരാമയ്യയും മല്ലികാർജുന ഖാർഗെയും അതുപോലെ തന്നെ ശിവകുമാറും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ പോലും ഈ കുമാരസ്വാമിയുമായി യോജിക്കുന്ന കാര്യത്തില് ഏകാഭിപ്രായത്തോടുകൂടി നിന്നു എന്നുള്ളത് വിശ്വസിക്കാൻ സാധ്യമല്ല. മാത്രവുമല്ല, ഇവരെ AICCയുടെ അവിടെ നിന്ന് ഹൈക്കമാൻഡിന്റെ തീരുമാനം അനുസരിച്ചുകൊണ്ടാണ് പെട്ടെന്ന് നേരത്തെ മാത്യു കുഴൽനാടൻ പറഞ്ഞതുപോലെ ഏതറ്റം വരെ പോകാനും കോൺഗ്രസ് തീരുമാനമെടുത്തത്. പക്ഷെ ആ തീരുമാനത്തിനകത്ത് തന്നെ വരാൻ പോകുന്ന മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത്, അതായത് ജയിച്ച MLA-മാർക്കിടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ മുളപൊട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരെ ഒന്ന് ഒരുമിച്ചിരുത്തുകയോ അവരുടെ ഏകാഭിപ്രായം അറിയുകയോ ചെയ്തതിന് ശേഷമല്ല ഹൈക്കമാൻഡ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്. കോൺഗ്രസിൽ എപ്പോഴും അങ്ങനെയാണ്. ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിക്കും, വിളിച്ചു പറയും, അത് അംഗീകരിക്കാനല്ലേ നിർവാഹമുള്ളൂ, ജനാധിപത്യമില്ലല്ലോ. മറുഭാഗത്തോ കുമാരസ്വാമിയുടെ നിലപാടുമായിട്ട് കടുത്ത വിയോജിപ്പുള്ളവർ ആ ജയിച്ച MLA-മാരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണോ കർണാടകയിലെ ജനങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ പ്രധാന രാഷ്ട്രീയ പ്രതിയോഗി എന്നുള്ളത് കോൺഗ്രസ് ആണ്. കാരണം ഒന്നാമത് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് 40 സീറ്റിലാണ് ഇന്ന് കോൺഗ്രസ് നിൽക്കുന്നത്. അതൊക്കെ മനസ്സിലാകും. പക്ഷേ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള പിന്തുണ ജനങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇപ്പോൾ മറ്റ് 2 പാർട്ടികൾ ചേർന്ന് സഖ്യം രൂപീകരിച്ച് അവർക്ക് ഭരണം നടത്താനുള്ള പിന്തുണയുണ്ട് എന്ന് ഗവർണറെ അറിയിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് MLA അമരഗൌഡ പറഞ്ഞിരിക്കുന്നത് BJP പണം വാഗ്ദാനം ചെയ്തു എന്നാണ്. പണം കാട്ടി അവിടെ നിന്ന് കുറച്ച് ആളുകളെ പിടിച്ച് ഭരണം നടത്താനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. അത് അവർ തന്നെ തുറന്നു പറയുന്ന ഒരു സാഹചര്യവും വന്നിരിക്കുന്നു. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? ധാർമ്മികതയ്ക്ക് ചേരുന്നതാണോ? പണം എറിഞ്ഞ്
അധികാരം പിടിക്കുക എന്നത്. പല സംസ്ഥാനങ്ങളിലും അത്തരം നീക്കങ്ങൾ ഉണ്ടായതായി ആക്ഷേപമുയരുന്നു. അത് തന്നെയല്ലേ കർണാടകയിലും നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അല്ല, അത് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ആക്ഷേപമാണ്. അല്ലാതെ ഇവിടെ നിയമസഭയിലേക്ക് ജയിക്കാൻ പ്രാപ്തി ഒരു MLA കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ MLAക്ക് പൊതുപ്രവർത്തന രംഗത്ത് പരിണിതപ്രജ്ഞതയുണ്ടെങ്കിൽ പണം കാട്ടിയിട്ട് MLAമാരെ പിടിച്ചുകൊണ്ടുവരാൻ സാധിക്കുമെന്നൊന്നും വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഭാരതീയ ജനതാ പാർട്ടി. അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ യോജിക്കുക കോൺഗ്രസിനാണ്. കാരണം കോൺഗ്രസ് പണം കൊടുക്കാനും വാങ്ങാനും ഇന്ത്യയുടെ ഖജനാവ് മുഴുവൻ കൊള്ളയടിക്കാനും കഴിഞ്ഞ പതിറ്റാണ്ടുകൾ സാധിച്ചവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അതൊരുപക്ഷെ നടപ്പിലുള്ള കാര്യമായിരിക്കും. ഒരു കോൺഗ്രസിന്റെ MLAയെ കൊണ്ട് BJPക്കെതിരെ എന്തെങ്കിലും പറയിച്ചിട്ട് കാര്യമില്ല. അതിനൊക്കെ രേഖ വേണം. പണം കാക്കാൻ വേണ്ടി ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ആധുനികതയുടെ കാലഘട്ടത്തിൽ ആ MLAക്ക് അതൊക്കെ പൊതുസമൂഹത്തോട് തുറന്നു പറയാനുള്ള രേഖ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകുമല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ കൊണ്ടൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തെ തടുക്കാൻ സാധ്യമല്ല. കാരണം ഞങ്ങൾ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർണാടകയിൽ നമുക്ക് കാണാം, അവര് കോൺഗ്രസിന്റെയും കുമാരസ്വാമിയുടെയും കൂടെയുള്ള മുഴുവൻ MLAമാരെയും ചേർത്തുകൊണ്ട് കോൺഗ്രസ് രൂപവൽക്കരിക്കട്ടെ. ആർക്കാണ് എതിർപ്പുള്ളത്? ഞങ്ങൾ അത് കാത്തിരിക്കുകയാണ്. ശരി, അതിന് അവർ തയ്യാറെടുപ്പ് നടത്തിക്കോട്ടെ. ശരി, ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ജോസ് തെറ്റയിൽ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ജോസ് തെറ്റയിൽ, സർക്കാർ രൂപീകരിക്കും എന്ന് ആവർത്തിച്ചിരിക്കുന്നു BJP. അതിനുള്ള സാധ്യതകൾ എന്തായിരിക്കുമെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. കോൺഗ്രസിൽ നിന്നോ JDSൽ നിന്നോ MLAമാരെ അടർത്തിയെടുക്കുക എന്നതായിരിക്കും അവരുടെ നീക്കം. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. തനിക്ക് പണം വാഗ്ദാനം ചെയ്തതായ ഒരു കോൺഗ്രസ് MLA തുറന്നു പറയുകയും ചെയ്തിരിക്കുന്നു. JDSന്റെ ഒപ്പമുള്ള ആളുകൾ ഒപ്പം തന്നെ ഉണ്ടാകുമെന്ന ഒരു ആത്മവിശ്വാസം പാർട്ടിക്കുണ്ടോ ഇപ്പോൾ? ഞങ്ങൾക്ക് ഒരു കാര്യം ഇതൊക്കെ പറയുമ്പോൾ കുമാരസ്വാമി മുഖ്യമന്ത്രി ആകേണ്ടതില്ല, അനിൽ കുമാരസ്വാമി മുഖ്യമന്ത്രി ആകേണ്ട സാഹചര്യം ഇല്ലാതെയാക്കുക എന്നുള്ളത് ഒരു JDSകാരനല്ലല്ലോ. തന്നെയുമല്ല വളരെ ബുദ്ധിമുട്ടി രണ്ട് കോൺഗ്രസിനോടും BJPയോടും യുദ്ധം ചെയ്ത് മത്സരിച്ച് വന്നിട്ടുള്ളതാണ് JDSന്റെ മെമ്പർമാർ. പ്രബലരായ സംസ്ഥാന ഗവൺമെന്റും അതിശക്തവും എന്തിനു മുതിരുന്ന BJPയുടെ കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഉള്ളപ്പോ അതിനെതിരെ മത്സരിച്ച് പോരാടി ജയിച്ചു വന്നവരാണ്. അവരെ പാട്ടിലാക്കാം എന്നൊന്നും പറഞ്ഞൊരു കാര്യമില്ല. രാഷ്ട്രീയമായി BJPക്ക് പല പല പരിപാടികളുണ്ട്. കോൺഗ്രസ് ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒതുങ്ങി എന്നുള്ള ഒരു സംശയമില്ലാത്ത കാര്യം. ശ്രീ ജോസ് തെറ്റയിൽ, അവരെ നേരിട്ട് ജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ JDS ജയിച്ച മിക്കയിടങ്ങളിലും കോൺഗ്രസ് ആണ് രണ്ടാം സ്ഥാനത്ത്. നേരിട്ടുള്ള പോരാട്ടം കോൺഗ്രസുമായി തന്നെയായിരുന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അവരെ കോൺഗ്രസിനെ നയിച്ച ആളെ പോലും തോൽപ്പിച്ചത് JDSന്റെ ആളായിരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ വലിയ ഏറ്റുമുട്ടൽ കോൺഗ്രസുമായിട്ടായിരുന്നു നടത്തിയിരുന്നത്. ഇതൊക്കെ എല്ലാവർക്കും, പാർട്ടി പ്രവർത്തകർക്കെല്ലാം ദഹിക്കുന്നതാണോ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത്? വോട്ട് കച്ചവടം അല്ലെങ്കിൽ അതിനുള്ള ധാരണ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാക്കുകയും BJPയുമായി ഉണ്ടാക്കുകയും പിന്നെ മറുകണ്ഠം ചാടുകയും ചെയ്തത് JDS ആണെന്ന ആരോപണം കൂടി വരുന്നുണ്ട്. എന്തും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പറയാമെന്നുള്ള സ്ഥിതി ഉണ്ടല്ലോ. എന്തും ആരോപണമാണ്, എന്തും ധാർമ്മികതയാണ്. ഇതൊക്കെ പറയുമ്പോൾ ആരെന്ത് ചെയ്യുന്നു എന്നുള്ള അവനവൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്നും അവരോട് പറയാനില്ല. ഞങ്ങൾ BJPക്കും കോൺഗ്രസിനെതിരായിട്ടാണ് മത്സരിച്ചത്. ചില സ്ഥലത്ത് ഞങ്ങൾ BJP മത്സരിച്ച് BJP ജയിച്ചെടുത്ത് ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ചില സ്ഥലത്ത് കോൺഗ്രസ് ഞങ്ങൾ ജയിച്ചെടുത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികമാണ്, അതൊരു ത്രികോണ മത്സരമാണ് നടന്നിട്ടുള്ളത്. അത്തരത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവും. ഇത് പ്രീ പോൾ അലയൻസ് അല്ല, പോസ്റ്റ് പോൾ അലയൻസ് ആണ്, വ്യക്തമാണ്, ഒരു സംശയമില്ല. അപ്പോഴൊക്കെ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഐക്യമാണ് ഈ പറയുന്നത്. രാഷ്ട്രീയ സാഹചര്യത്തിൽ തനിച്ച് ഭൂരിപക്ഷം കിട്ടാതെ ആയപ്പോൾ കോൺഗ്രസും തനിച്ച് ഭൂരിപക്ഷം കിട്ടാതായപ്പോൾ ഞങ്ങളും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു മുന്നണിയാണത്. അത് പോസ്റ്റ് പോളാണെന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ്, വെറുതെ വർത്തമാനം പറഞ്ഞ കാര്യമില്ല. ആ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചേരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണെന്ന് പറയുന്നു. അതിനിടയിൽ ഒരു ചോദ്യം BJP പറയേണ്ടത് 103 അല്ലെങ്കിൽ 104 MLAമാര് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതെങ്ങനെ നിങ്ങൾ 112 ആക്കും? നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ആക്കുന്നത്, എങ്ങനെയാണ് ആക്കുന്നത് എന്ന് ആദ്യം പറയണ്ടേ? അതിനല്ലേ ചെയ്യേണ്ടത്. ആ കാര്യം പറയാൻ രാഷ്ട്രീയമായി നിങ്ങളിപ്പോ ഗവർണറുടെ അടുത്ത് പോയി പറയേണ്ട, ഞാൻ എന്തിനാണ് ആൾക്കാരെ പിടിച്ചുകൊണ്ടിരുന്ന് പറയേണ്ട. അതാണ് രാഷ്ട്രീയമായി ആദ്യമായി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ഗവർണറെ കാണാൻ വീണ്ടും അനുവാദം തേടിയിരിക്കുകയാണ് യെദ്യൂരപ്പ. ഗവർണറെ കാണുകയാണെങ്കിൽ ഇപ്പോൾ ശ്രീ ജോസ് തെറ്റയിൽ ചോദിച്ചതുപോലെ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ആളുകൾ തങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന്
ഗവർണറെ ബോധ്യപ്പെടുത്താനാകണ്ടേ? അത് എങ്ങനെ സാധ്യമാകും? അല്ല, ഇവിടെ ഗവർണറെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്താണ് ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ളത് അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇപ്പൊ പറയേണ്ട ആവശ്യകത BJPയെ സംബന്ധിച്ചില്ല. മാത്രവുമല്ല, ഏത് ധർമ്മത്തെക്കുറിച്ച്, ഏത് ധാർമ്മികതയെക്കുറിച്ചാണ് ബഹുമാനായിട്ടുള്ള ജോസ് തെറ്റിയിൽ പറഞ്ഞത്? കാരണം കുമാരസ്വാമിയുടെ കൂടെ നിൽക്കുന്ന MLA-മാർ കോൺഗ്രസുമായിട്ട് അതിശക്തമായി പോരാട്ടം നടത്തിയിട്ട് അവർ ജയിച്ചു വന്നവരാണ്. ആ ആളുകളെ കോൺഗ്രസിന്റെ തൊഴുത്തിൽ തന്നെ കൊണ്ടുചെന്ന് കെട്ടാൻ തീരുമാനിക്കുമ്പോൾ എല്ലാ MLA-മാരും അതിന് തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെയാണ് തിരിച്ചും. കോൺഗ്രസിന്റെ MLA-മാരായിട്ടുള്ള ആളുകൾ, അതിൽ കഴിവുള്ള ആളുകളുണ്ട്. സിദ്ധരാമയ്യയും മല്ലികാർജ്ജുന ഖാർഗെയും ഓണം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കഴിവുള്ളവർ, പക്ഷേ ഗതികേട് കൊണ്ട് പ്രസ്ഥാനത്തിനകത്ത് വളർന്നു വരാൻ സാധിക്കാത്തവര്, അവരൊക്കെ ഉണ്ട് കർണാടകയില്. അപ്പോ ഈ രണ്ട് പാർട്ടിയുടെയും നേതൃത്വത്തിന്, കോൺഗ്രസിന്റെയും കുമാരസ്വാമിയുടെയും നേതൃത്വത്തിന് പ്രതിപക്ഷം തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ അവർക്ക് ഭരിക്കാനുള്ള സാഹചര്യം ഗവർണർ, തന്റെ വിവേചനാധികാരമുള്ള ഗവർണർ അത് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി അവിടെ ചെന്ന് പറയുന്ന കാര്യങ്ങളല്ല, ഇതിനെല്ലാം രേഖകൾ വേണമല്ലോ. ഞങ്ങളുടെ കൂടെ ഇത്രയാളുണ്ട് എന്ന് ഏത് കക്ഷിക്കാണോ രേഖാമൂലം തെളിയിക്കാൻ സാധിക്കുന്നത് അവർക്കാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കൂ. അപ്പൊ ആ ശോഭാ സുരേന്ദ്രൻ, ഈ സാധ്യതകൾ തുറന്നിട്ടതാരാണ്? ഇതൊക്കെ പ്രയോജനപ്പെടുത്തിയതാരാണ്? ഇങ്ങനെയൊക്കെയുള്ള മാർഗങ്ങൾ ജനാധിപത്യത്തിൽ പ്രയോഗിക്കാമെന്ന് കാണിച്ചു കൊടുത്തതാരാണ്? പല സംസ്ഥാനങ്ങളിലും BJP ചെയ്തതാണ് ഇവിടെ തിരിച്ച് BJPയോട് ചെയ്യാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറെടുക്കുന്നത്, കോൺഗ്രസ് ആയാലും JDS ആയാലും തയ്യാറെടുക്കുന്നത്. ഇതിനൊക്കെ വഴിവെച്ചതും ഈ രീതിയിൽ പലതരത്തിലും ജനവിധിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചതും ഭരണത്തിലെത്താൻ ശ്രമിച്ചതുമൊക്കെ BJP തന്നെയല്ലേ? അതല്ലേ മറ്റുള്ളവർ തിരിച്ചു നൽകുന്നത് BJPക്ക്? അല്ല, ജനവിധി അട്ടിമറിക്കാൻ ഞങ്ങൾ ശ്രമിച്ചതല്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ കാണുമ്പോൾ ഞങ്ങൾ ഈ BJPക്ക് അകത്തേക്ക് വരും എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട അലയൻസ് ഇതാണ് എന്ന് തീരുമാനിച്ച് ആളുകൾ പടലയോടെ ഇളകിപ്പോരുന്നത് ഞങ്ങളുടെ കുഴപ്പമാണോ? ഗോവയിൽ എന്താ സംഭവിച്ചത്? കോൺഗ്രസ് ആയിരുന്നല്ലോ ഏറ്റവും വലിയ കക്ഷിയായി ജയിച്ചത്. പക്ഷെ എന്ത് സംഭവിച്ചു? അവർക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കാനോ ഞങ്ങളുടെ കയ്യിൽ ഇത്ര ആളുകളുണ്ട് എന്ന് ഗവർണർക്ക് കാണിച്ചു കൊടുക്കാനോ സാധിച്ചില്ല. അവർ തന്നെ അവിടെ സ്പ്ലിറ്റ് ആയി പോയി. അതിൽ ഒരു വിഭാഗം തീരുമാനമെടുത്തു. എന്താ തീരുമാനിച്ചത്? ഞങ്ങൾക്ക് ഗോവയിൽ ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് വേണം, അതിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലെ സാധിക്കും എന്നുള്ള തീരുമാനമാണല്ലേ. അപ്പൊ ഞങ്ങൾ ജനാധിപത്യത്തെ അട്ടിമറിക്കുകയല്ല. ഇപ്പോഴും നമ്മുടെ മുന്നിൽ ജനാധിപത്യ മാർഗം തന്നെയാണുള്ളത്. കുമാരസ്വാമിക്കും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിനും, അവിടെ സംസ്ഥാന നേതൃത്വത്തിനും യാതൊരു റോളുമില്ലല്ലോ, അഖിലേന്ത്യാ നേതൃത്വത്തിനും അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമവുമായിട്ട് മുന്നോട്ട് പോകാം. അതിൽ തീർച്ചയായിട്ടും രേഖയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള ഒരു പാർട്ടി, ഒരു കക്ഷി അവിടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകും. അതിൽ ഒരു തർക്കത്തിന്റെയും ആവശ്യമില്ല. താങ്കൾ ദയവായി തുടരുക. ഇപ്പോൾ ശ്രീ ടോം വടക്കൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ടോം വടക്കൻ, ഇവിടെ സർക്കാർ രൂപീകരിക്കും എന്ന് ആവർത്തിക്കുകയാണ് BJP. അത് എങ്ങനെയെന്ന് ഉള്ളത് ഗവർണറെ ബോധ്യപ്പെടുത്തും എന്നാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. നേർക്കുനേർ ഏറ്റുമുട്ടി വിജയം വരിച്ച MLA-മാർ, അതിൽ JDS-യുമായി ഏറ്റുമുട്ടി വിജയം വരിച്ച MLA-മാർ അസംതൃപ്തരാണ് കോൺഗ്രസിൽ ഉള്ളവർ പലരും എന്ന് BJP വിശ്വസിക്കുന്നു. അവരിലാണ് BJPയുടെ പ്രതീക്ഷയും. അങ്ങനെയുള്ളവർ JDS-ലുമുണ്ട്, അവരിലും പ്രതീക്ഷ കൽപ്പിക്കുന്നു. അങ്ങനെ ആവശ്യമായ പിന്തുണ ഉറപ്പിക്കാമെന്നാണ് അവർ കരുതുന്നത്. അങ്ങനെയുള്ള കൊഴിഞ്ഞുപോക്കിന് സാധ്യത ഉണ്ട് എന്ന് ഭയക്കുന്നുണ്ടോ കോൺഗ്രസ്? ഇതുവരെ ഇല്ല. ശോഭാജി പറയുന്നത് അവർക്കറിയാം എത്ര കോടികളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ കോടികൾ കൊണ്ടുവന്നാൽ ഈ പാവം മനുഷ്യരെ ടെംപ്റ്റ് ചെയ്യാനുള്ള ശ്രമം ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇനി ഭാവിയിൽ സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സെക്യൂരിസത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തീർച്ചയായും ഈ ഒപ്പോസിഷൻ പാർട്ടീസിന്റെ ഒരു യൂണിറ്റിയുടെ ലക്ഷണമാണ് കണ്ടത് നമ്മൾ. ഇവിടെ തർക്കം പ്രത്യേക തർക്കമാണ്. ഇവരുടെ ഫോമർ ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീ അരുൺ ജെയ്റ്റ്ലി ട്വീറ്റ് ചെയ്ത കാര്യമാണ്. അത് ഒരു ലാർജസ്റ്റ് ഏത് ഗവൺമെന്റ് കൊലീഷനിലുണ്ടായാലും നമ്പേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ഗവർണറിന് വിളിക്കാം. ഇത് അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്നത്. സുപ്രീം കോർട്ട് റൂളിങ്സും ഉണ്ട് ഈ വിഷയത്തിൽ. ഗോവയിൽ എന്താ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഗോവ രാജ്ഭവനിൽ 5-6 ദിവസം ഒരു ഗസ്റ്റായി താമസിച്ചത്. അവിടുത്തെ ടോപ്പോഗ്രാഫി അറിയുന്ന ഒരു കക്ഷിയാണ്. ഒരു കാരണവശാൽ അതിന്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ കടക്കാൻ പറ്റില്ല. ഒന്ന്, ഫോൺ കണക്ഷൻ
ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ADC വരെ പോവാം. അതിനു മുമ്പ് അത് കഴിഞ്ഞ് ഫോൺ എടുക്കില്ല ഗവർണർ. കോൺഗ്രസ് ഡെലിഗേഷൻ ഗേറ്റ് വരെ എത്തി. ഗേറ്റ് പൂട്ടിയെടുക്കായിരുന്നു. അതിനു മുമ്പ് ടെലിഫോൺ ചെയ്ത് നോക്കി, അവിടെയും നടന്നില്ല. ഗവർണർമാരെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പൊളിറ്റിക്കൽ പാർട്ടിക്കാണ് ഈ രാജ്യത്ത് ഫംഗ്ഷൻ ചെയ്യാൻ? മേഘാലയ ഇത് ടോട്ടൽ നമ്പർ ഓഫ് ഹലോ അതെ പറഞ്ഞോളൂ. മേഘാലയയിലുണ്ടായത് എന്താ? 2 സീറ്റാണ് ഇവർക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് കൊനാഡ് ടീമിനെ ഇവര് കൊലേഷൻ പാർട്ട്ണർഷിപ്പ് എടുത്തു. അവിടെ ഗവൺമെന്റ് രൂപീകരിച്ചു. ചരിത്രമാണ് ഇതൊക്കെ. കോൺസ്റ്റിറ്റ്യൂഷനെ എങ്ങനെ ഗവർണറിനെ ഉപയോഗിച്ച് ഇവരെ മറികടക്കുന്നു. ഇതൊരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഓഫ് ഇവരുടെ ഡെമോക്രാറ്റിക് പ്രാക്ടീസസ്. ടോം വടക്കൻ, ആ സംസ്ഥാനങ്ങളിൽ ഉള്ള അവരുടെ അധികാരത്തിലെത്താനുള്ള ശ്രമങ്ങളെ ആ രീതിയിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അതിനെതിരെ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ അതേ വഴി തന്നെയല്ലേ സ്വീകരിക്കുന്നത്? ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് BJP. സ്വാഭാവികമായും അന്ന് നിങ്ങൾ പറഞ്ഞ ന്യായം അനുസരിച്ചാണെങ്കിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ആദ്യ അവസരം ലഭിക്കേണ്ടത് BJPക്കാണല്ലോ. പക്ഷേ ഇവിടെ അതിന് അനുവദിക്കാത്ത തരത്തിൽ വളരെ മുൻകൂട്ടി വോട്ടെണ്ണൽ തുടങ്ങുന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ അതിനുള്ള നീക്കം നടത്തിയത് കോൺഗ്രസ് അല്ലേ? ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ദയവായി താങ്കൾ തുടരുക. ഇപ്പോൾ ശ്രീ പ്രകാശ് ജാവ്ദേക്കർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യങ്ങളിൽ. ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. പ്രകാശ് ജാവ്ദേക്കറും JP നദ്ദയും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിലേക്ക് വരാം. ശ്രീ ടോം വടക്കൻ, താങ്കൾക്ക് തുടരാം. ഞാൻ ചോദിച്ചത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ 2 പൊളിറ്റിക്കൽ പാർട്ടീസ് യുണൈറ്റായി ക്ലെയിം ചെയ്യാൻ അതിന്റെ വല്ല എതിർപ്പുണ്ടോ? ഇല്ല. ഇവർക്ക് ഗവൺമെന്റ് രൂപീകരിക്കാൻ നമ്പേഴ്സ് ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്റ്റേബിൾ ഗവൺമെന്റ് കൊടുക്കുവാൻ ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്കൽ പാർട്ടീസ് ഒരുമ്പെട്ടാൽ അതിലെന്താണ് തെറ്റ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ വല്ല തെറ്റുണ്ടോ? ഇവര് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അവരാണ് ഇന്ന് പറയുന്നത് അത് തെറ്റാണ്. ഞങ്ങൾ പറയുന്നു കോൺസ്റ്റിറ്റ്യൂഷണലി അത് പെർഫെക്റ്റ്ലി ജസ്റ്റിഫൈഡ് ആണ്. അത് കാരണമാണ് ഞങ്ങൾ ഒന്നും മിണ്ടാണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇൻഡിപെൻഡന്റ് അടക്കം ഈ പാർട്ടീസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനിയുള്ളത് ഹോർസ് ട്രേഡിംഗ് ആണ്, കുതിര കച്ചവടം എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ 100 കോടി എന്നൊക്കെയാണ് മാർക്കറ്റ് ഫോഴ്സസ് പറയുന്നത്. അപ്പൊ ഇത്ര 100 കോടി ഒരു MLAക്ക് കൊടുക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഡെമോക്രസി എവിടേക്ക് പോവും എന്നുള്ള ചോദ്യമാണ്. മോറൽ ഇഷ്യൂ ആണ്. ഈ രാജ്യം മുഴുവൻ കാണുന്നതും കേൾക്കുന്നത് ഒരു ഇഷ്യൂ ആണ്. ഇതിന് തീർച്ചയായും BJPക്ക് ഉത്തരം പറയേണ്ടി വരും. ശരി, BJP ഉത്തരം പറയേണ്ടി വരും എന്നാണ് ടോം വടക്കൻ പറയുന്നത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. കർണാടകയിൽ സർക്കാർ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കി കോൺഗ്രസും BJPയും. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം 11 മണിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഗവർണറുടെ തീരുമാനം പ്രതികൂലമായാൽ നിയമ നടപടി സ്വീകരിക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. JDSന്റെ പാർലമെന്ററി പാർട്ടി യോഗം തുടങ്ങി. BJP പാർലമെന്ററി പാർട്ടി 10:30 ശേഷമാണ് യോഗം ചേരുക. BS യെദ്യൂരപ്പ ഇന്ന് വീണ്ടും ഗവർണറെ കാണുമെന്നും സൂചനയുണ്ട്. സ്വതന്ത്ര MLA ആയ R. ശങ്കർ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. BS യെദ്യൂരപ്പയുടെ വീട്ടിലെത്തിയാണ് അദ്ദേഹം പിന്തുണ അറിയിച്ചത്. കേന്ദ്രമന്ത്രിമാരായ പ്രകാശ് ജാവ്ദേക്കറും JP നദ്ദയും അല്പം മുമ്പ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. സർക്കാർ രൂപീകരിക്കും എന്ന് അവർ ആവർത്തിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനെ ജനങ്ങൾ പുറംതള്ളിയിരിക്കുന്നു. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശം തങ്ങൾക്കാണ്. അത് ആ ഉത്തരവാദിത്തം നിറവേറ്റും എന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് JDS കൂട്ടുകെട്ടിനെ അവർ തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. കോൺഗ്രസിലെ ചില MLAമാർ യോഗത്തിന് എത്തിയില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ അവർ യോഗത്തിന് എത്തും എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറയുകയും ചെയ്തിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. സുരേഷ്, റിസോർട്ടിലെ നാടകങ്ങൾ അത് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടതാണ്. അതിന്റെ ഒരു ആവർത്തനം കർണാടകയിൽ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. MLAമാരെ കാണാതായി എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ വരുന്നു. എന്താണ് കർണാടകയിൽ സംഭവിക്കുന്നത്?
രേണുക, വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങൾക്കാണ് രാവിലെ മുതൽ തന്നെ കർണാടകയിൽ തുടക്കമായിരിക്കുന്നത്. സർക്കാർ രൂപീകരണ നീക്കം വളരെ സജീവമാക്കി BJP. അതോടൊപ്പം തന്നെ JDS കോൺഗ്രസ് സഖ്യം അതിനേക്കാൾ വേഗത്തിൽ സർക്കാർ രൂപീകരിക്കാൻ നീക്കം നടത്തുമ്പോഴാണ് കേന്ദ്ര മന്ത്രിമാരെ അടക്കം ഇറക്കിക്കൊണ്ടാണ് ഇപ്പോൾ BJPയുടെ കളത്തിലുള്ള കളി എന്ന് വ്യക്തമാക്കുന്നത്. 3 കേന്ദ്രമന്ത്രിമാരാണ് അല്പം മുൻപ് സംസ്ഥാനത്ത് എത്തിയത്. JP നഡ്ഡ, ധർമ്മേന്ദ്ര പ്രധാൻ, പ്രകാശ് ജാവദേക്കർ 3 പേരും അല്പം മുൻപ് ബാംഗ്ലൂരിലെത്തി. ഇവർ എത്തിയതിനു ശേഷമാണ് നിയമസഭാ കക്ഷി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ നിയമസഭാ കക്ഷി യോഗം അല്പസമയത്തിനകം ആരംഭിക്കുകയും ചെയ്യും. BJP നിയമസഭാ കക്ഷി യോഗത്തിൽ സംഭവിക്കാൻ പോകുന്നത് BS യെദ്യൂരപ്പയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കും. BS യെദ്യൂരപ്പയെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് ശേഷം യെദ്യൂരപ്പ ഇന്ന് തന്നെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തും. ഗവർണർ വാജുഭായ് വാലയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ച നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് ശേഷം ഗവർണറെ കാണുന്ന യെദ്യൂരപ്പ സർക്കാർ രൂപീകരിക്കാനുള്ള സമയം നാളെ അനുവദിക്കണം, നാളെ വരെ സമയം ചോദിക്കുകയും സത്യപ്രതിജ്ഞയ്ക്ക് സമയം തേടുകയുമായിരിക്കും ചെയ്യുക. ഇതാണ് BJPയുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അതേസമയം കുറവുള്ള 9 അംഗങ്ങളെ കണ്ടെത്താൻ വേണ്ടി BJPയുടെ ഭാഗത്തു നിന്നും JDSലെയും കോൺഗ്രസിലെയും അംഗങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കോൺഗ്രസിൻ്റെ ആരോപണം, കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഒരു MLAക്ക് 100 കോടി രൂപ വരെ BJP വാഗ്ദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ കുതിരക്കച്ചവടം സംസ്ഥാനത്ത് നടക്കുന്നു. 100 കോടി രൂപയാണ് ഒരു MLAക്ക് BJP വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെ ആരോപണം. BJPക്ക് ആശ്വസിക്കാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര MLA, നേരത്തെ രേണു സൂചിപ്പിച്ചതുപോലെ തന്നെ R. ശങ്കർ എന്ന് പറയുന്ന സ്വതന്ത്ര MLA താൻ BJPക്ക് ഒപ്പമാണെന്ന് പ്രഖ്യാപിക്കുകയും യെദ്യൂരപ്പയെ ചെന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ PDT ആചാരി ചേരുന്നുണ്ട്. ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ ആണ് അദ്ദേഹം. ശ്രീ PDT ആചാരി, രാഷ്ട്രീയ നാടകങ്ങൾ കർണാടകയിൽ തുടരുക തന്നെയാണ്. സർക്കാർ രൂപീകരിക്കും എന്ന് ആവർത്തിക്കുകയാണ് BJP ചെയ്തിരിക്കുന്നത്. അതേസമയം കോൺഗ്രസും JDSും ചേർന്ന് തങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള അംഗസംഖ്യ ഉണ്ട് എന്ന് ഇതിനോടകം ഗവർണറെ അറിയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. താങ്കൾ എങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തെ നോക്കിക്കാണുന്നു? ഗവൺമെന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഒരാളിനെ വിളിക്കുക എന്നുള്ളത് ഗവർണറുടെ ഒരു വിവേചനാധികാരം ഇപ്പോഴുള്ളതാണ്. അപ്പൊ അത് സാധാരണഗതിയിൽ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയുടെ നേതാവിനെ വിളിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറയുന്നതാണ് രീതി. എന്നാൽ ഭൂരിപക്ഷം ഇല്ലാതെ വരുമ്പോൾ പല കീഴ്വഴക്കങ്ങളുണ്ട്. പരസ്പര വിരുദ്ധങ്ങളായ കീഴ്വഴക്കങ്ങളുണ്ട്. ഒറ്റക്കക്ഷിയെ വിളിച്ചിട്ടുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ ഒറ്റക്കക്ഷിയെ അവഗണിച്ചുകൊണ്ട് ഒരു കോമ്പിനേഷൻ, ഒരു കൂട്ടുകക്ഷിയെ വിളിച്ചിട്ടുണ്ട്. അത് ആ കൂട്ടുകക്ഷി എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടാക്കിയ കൂട്ടുകെട്ടാണ്. അപ്പൊ അത് വാസം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഗോവയിലും അതുപോലെ തന്നെ മണിപ്പൂരിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ വിളിച്ചത് BJPയാണ്. BJP ഒറ്റക്കക്ഷി അല്ലായിരുന്നു, ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കീഴ്വഴക്കങ്ങളും ഉണ്ട്. അത് ഓരോ സമയത്ത് ഈ പൊളിറ്റിക്കൽ കക്ഷികളുടെ സൗകര്യമനുസരിച്ച് ഉണ്ടാക്കുന്ന കീഴ്വഴക്കങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ. അല്ലാതെ ഇതിനകത്ത് ഭരണഘടനയിലെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ വർഷം ഗോവയിലെ അവിടെ ഗവൺമെന്റ് ഫോർമേഷനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ ആള് സുപ്രീം കോർട്ടിൽ പോയപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞ 1-2 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, ഗവർണറുടെ ഡിസ്ക്രിപ്ഷനാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, സുപ്രീം കോർട്ട് പറഞ്ഞത് കോൺഗ്രസിന്റെ പെറ്റീഷനറോട് പറഞ്ഞത്, നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ എന്തുകൊണ്ട് ഗവർണറെ അത് കാണിച്ചില്ല? നിങ്ങൾ അത് സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ മെജോറിറ്റി നിങ്ങൾക്കുണ്ട് എന്ന് ഗവർണറെ കാണിച്ചിരുന്നെങ്കിൽ സിറ്റുവേഷൻ വേറെ ആകുമായിരുന്നു. ഈ 2 ഒബ്സർവേഷൻസ് സുപ്രീം കോർട്ടിന്റെ വളരെ ശ്രദ്ധേയമാണ്. അപ്പോ സപ്പോർട്ട് ഗവർണറെ കാണിച്ചാൽ അപ്പൊ ഗവർണർ അതനുസരിച്ച് ആക്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു ധ്വനിയാണ് സുപ്രീം കോർട്ടിന്റെ ആ ഒരു ഒബ്സർവേഷനിൽ കാണുന്നത്. അപ്പൊ ഇപ്പോ കർണാടകയെ സംബന്ധിച്ചിടത്തോളം യെദ്യൂരപ്പ ഒരു വശത്ത് അദ്ദേഹം ഗവർണറെ കണ്ടു, ഓൾറെഡി ഗവൺമെന്റ് ഉണ്ടാക്കാൻ സമയം വേണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മെജോറിറ്റി ഇല്ല എന്നുള്ളത് ഗവർണർക്ക് അറിയാം. മെജോറിറ്റി വേണമെങ്കിൽ 8-9 മെമ്പർമാര് വേണം. ആ 9 മെമ്പർമാരെ
ഇന്നത്തെ സ്ഥിതിയിൽ അവൈലബിൾ അല്ല. കാരണം കോൺഗ്രസും ജെഡിയിൽ നിന്ന് വേണം ഈ ആളുകളെ കൊണ്ടുവരാൻ. അത് നിയമപരമായി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അത് പറ്റിയില്ല. അപ്പോ യെദ്യൂരപ്പയെ ഗവർണർ വിളിക്കുകയാണെങ്കിൽ ഈ മെജോറിറ്റി ഉണ്ടാക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത രീതികൾ അവലംബിച്ചാൽ അത് ഗവർണറും അതിന്റെ ഒരു ഭാഗമായി എന്ന് വരും. ശ്രീ പി ടി ആചാര്യ, ഇവിടെ ഗവർണറുടെ ഒരു വിവേചന അധികാരം ഉണ്ട് എന്ന് പറയുമ്പോഴും അത് അദ്ദേഹത്തിന് എങ്ങനെ വിനിയോഗിക്കാം? പക്ഷേ അത് നിയമപരമായി നേരിടും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ അത് തിരിച്ചാണെങ്കിൽ അതിനുള്ള സാധ്യത എത്രമാത്രമാണ്? അതുണ്ട്. അങ്ങനെ സാധ്യത കഴിഞ്ഞ പ്രാവശ്യം അവര് ഗോവയിലെ ആ ഡിസിഷനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതി പോയതാണത്. നിയമപരമായിട്ട് ചലഞ്ച് ചെയ്യാം. പക്ഷെ ഗവർണറുടെ ഒരു ആത്യന്തികമായ ഒരു ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് എന്നുള്ളതാണ്. സ്റ്റേബിൾ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ആ അസംബ്ലിയോട് കൂട്ടുത്തരവാദിത്തമുള്ള ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അസംബ്ലിയുടെ കോൺഫിഡൻസ് ആർജിച്ച ഒരു ഗവൺമെന്റ്, ബജറ്റ് പാസ്സാക്കുക, നിയമനിർമ്മാണങ്ങൾ നടത്തുക, ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ്. അതാണ് ഗവർണർ നോക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുമോ, ആരെ കൊണ്ട് പറ്റും എന്നുള്ളത്. അത് ഇപ്പൊ ഒരു വശത്ത് യെദ്യൂരപ്പ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ്, മറ്റേ വശത്ത് കോൺഗ്രസും JDS-ഉം കൂടെ ചേർന്ന് ഭൂരിപക്ഷം അംഗങ്ങൾ കൂടുള്ള ഒരു കോമ്പിനേഷൻ. ഇത് രണ്ടും ഗവർണറുടെ മുമ്പിലുണ്ട്. അപ്പൊ ഗവർണർക്ക് ആരാണ് ഒരു സ്റ്റേബിൾ ഗവൺമെന്റ്, ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എന്ന് ഉള്ളത് തീരുമാനിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനകത്തിപ്പോ കേന്ദ്രമന്ത്രിമാരോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റോ ഒന്നും വന്ന് ഇതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. ഇത് വളരെ സിമ്പിളായ ഒരു ഓപ്പറേഷനാണ്. ഗവർണർക്ക് നോക്കാനുള്ളത് ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ, ആർക്കാണത് കഴിയുക, ആ ആളിനെ വിളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഗവർണർ എങ്ങനെ വിവേചനാധികാരം പ്രയോഗിക്കുന്നു എന്നത് തന്നെയാണ് നിർണായകം. എല്ലാ കണ്ണുകളും അങ്ങോട്ട് തന്നെയാണ്. ഇന്ന് യെദ്യൂരപ്പ വീണ്ടും ഗവർണറെ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത്. വളരെ നന്ദി ശ്രീ PDT ആചാര്യ ഞങ്ങളോട് സംസാരിച്ചതിന്. സുരേഷ് വെള്ളിമുറ്റം തുടരുന്നുണ്ട്. സുരേഷ്, വാർത്തകൾ, ദേശീയ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾ വളരെ നാടകീയമായ രംഗങ്ങൾ കർണാടകയിൽ നടക്കുന്നു എന്നതാണ്. കുമാരസ്വാമിയുമായി ചർച്ചയ്ക്ക് BJP നേതാക്കൾ ശ്രമിക്കുന്നു. കേന്ദ്രമന്ത്രിമാർ, ഇപ്പോൾ കർണാടകയിലുള്ള കേന്ദ്രമന്ത്രിമാർ അതിന് ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം അങ്ങനെ ഒരു സംസാരം നടന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാണ് BJP അവിടെ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നോക്കുന്നത്? രേണുക, അല്പസമയത്തിനകം BJP-യുടെ നിയമസഭാ കക്ഷി യോഗം ചേരും. നിയമസഭാ കക്ഷി യോഗത്തിൽ 3 കേന്ദ്രമന്ത്രിമാരും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും ദേശീയ നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ, കുറവുള്ള അംഗസംഖ്യ തികയ്ക്കുക എന്നുള്ളതാണ് BJP-യുടെ മുന്നിലുള്ള നീക്കം. അത് BJP വളരെ ശക്തമാക്കി നടത്തുന്നുണ്ട്. അതേസമയം കോൺഗ്രസ് ക്യാമ്പിൽ അല്പം ഒരു ആശങ്കയ്ക്ക് വകയുണ്ട്. കാരണം 78 അംഗങ്ങളാണ് കോൺഗ്രസിന് ഉള്ളത്. ഈ 78 അംഗങ്ങൾ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കും. നിയമസഭാ കക്ഷി യോഗം 10:30 തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ നിയമസഭാ കക്ഷി യോഗം ഇതുവരെ ആരംഭിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം വൈകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് 4 കോൺഗ്രസിന്റെ അംഗങ്ങൾ യോഗത്തിന് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ 4 പേരിൽ 3 പേർ എത്തിയിട്ടുണ്ട്. ഒരാൾ യാത്രയിലാണ്, അല്പസമയത്തിനകം എത്തുമെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന അവകാശവാദം എന്ന് പറയുന്നത്. പക്ഷേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ഒരു വിള്ളലുണ്ടാകുമോ എന്നുള്ള ആശങ്ക കോൺഗ്രസിൽ വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം നീണ്ടുപോകുകയും ചെയ്യുന്നത്. കാരണം ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വിള്ളലുണ്ടായി 4 പേർ രാജിവെക്കുകയോ അല്ലെങ്കിൽ 4 പേർ യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്താൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. BJP-യുടെ കണക്കുകൂട്ടൽ കോൺഗ്രസിൽ നിന്ന് 4, ഒരു സ്വതന്ത്രൻ ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ 5 ആയിരിക്കുന്നു. ഇനി 4 പേരുടെ പിന്തുണയാണ് വേണ്ടത്. 5 പേർ JDS-ൽ നിന്ന് വിട്ടുപോരും എന്നുള്ളതാണ് BJP-യുടെ കണക്കുകൂട്ടൽ. കാരണം ലിംഗായത്ത് സമുദായത്തിൽപ്പെട്ടിട്ടുള്ളവരും അതോടൊപ്പം തന്നെ കോൺഗ്രസുമായി ജനതാദളിലെ സഖ്യമുണ്ടാക്കുന്നതിൽ വളരെ വിയോജിപ്പുള്ള MLA-മാർ ഉണ്ട്. കാരണം JDS-ന്റെ പ്രഖ്യാപിത ശത്രു എന്ന് പറയുന്നത് സിദ്ധരാമയ്യയായിരുന്നു. ആ സിദ്ധരാമയ്യയുമായി കൂട്ടുകൂടുന്നതിനാണ് വളരെ എതിർപ്പുള്ള അംഗങ്ങളുണ്ട്. ആ എതിർപ്പുള്ള അംഗങ്ങൾ JDS-ൽ നിന്നും വിട്ടുപോരും എന്നും കണക്കുകൂട്ടുന്നു. 5 പേരെങ്കിലും ഇങ്ങനെ വിട്ടുപോരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് BJP-യുടെ കണക്കുകൂട്ടൽ. 5
കോൺഗ്രസിൽ നിന്ന് 4 അതോടൊപ്പം ഒരു സ്വതന്ത്രനും കേവല ഭൂരിപക്ഷത്തിന് വേണ്ടുന്നതിനേക്കാൾ ഒരു വോട്ട് ഒരു അംഗത്തിൻ്റെ പിന്തുണ കൂടുതൽ. ഇതാണ് BJPയുടെ കണക്കുകൂട്ടൽ. പക്ഷേ ഇത് പ്രാവർത്തികമാകുമോ എന്നറിയണമെങ്കിൽ അല്ലെങ്കിൽ ഇതിനുള്ള കുതിര കച്ചവടത്തിൻ്റെ ചർച്ചകൾക്ക് അതിന് കൂടുതൽ സമയം വേണ്ടിവരും. ആ സമയമാണ് ഇപ്പോൾ BJP ആലോചിക്കുന്നത്. ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേരുക, ഇന്ന് നിയമസഭാ കക്ഷി യോഗം ചേർന്നതിന് ശേഷം സർക്കാർ രൂപീകരിക്കാൻ നാളത്തേക്ക് സമയം അനുവദിക്കണമെന്ന് ഗവർണറോട് ആവശ്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയത്തിലൂടെ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ BJP കണക്കുകൂട്ടുന്നത്. സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങളാണ് കർണാടകയിൽ കോൺഗ്രസും BJPയും സജീവമാക്കിയിരിക്കുന്നത്. BJP MLA-മാർക്ക് പണം വാഗ്ദാനം ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. കോൺഗ്രസിന്റെയും JDS-ന്റെയും MLA-മാരെ അടർത്തിയെടുക്കാനുള്ള നീക്കം BJP തുടങ്ങിയിരിക്കുന്നു. പണമെറിഞ്ഞുള്ള കുതിരക്കച്ചവടത്തിന് BJP തയ്യാറെടുക്കുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്നു. JDS നേതാക്കളുമായും BJP ആശയവിനിമയത്തിന് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. എന്തായാലും തിരക്കിട്ട ചർച്ചകൾ കർണാടകയിൽ പുരോഗമിക്കുകയാണ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക് വീണ്ടും. കർണാടകയിൽ സർക്കാർ രൂപീകരിക്കാനുള്ള തിരക്കിട്ട ശ്രമങ്ങൾ തുടരുകയാണ്. കോൺഗ്രസും BJPയും അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. തിരക്കിട്ട ചർച്ചകളാണ് നടക്കുന്നത്. കോൺഗ്രസ് MLA-മാരെ സ്വാധീനിക്കാൻ BJP ശ്രമിക്കുന്നതായി ആരോപണമുണ്ട്. എന്നാൽ എല്ലാ MLA-മാരും തങ്ങൾക്കൊപ്പം ഉണ്ട് എന്നാണ് സിദ്ധാരാമയ്യ പറഞ്ഞിരിക്കുന്നത്. JDS-ഉം അതേ അഭിപ്രായം തന്നെ പറയുന്നു. ഇന്ന് ഗവർണറെ ഒരിക്കൽ കൂടി കാണാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. യെദ്യൂരപ്പ ഇന്ന് ഗവർണറെ കാണും എന്നാണ് അറിയാൻ കഴിയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സുരേഷ് വെള്ളിമുറ്റം ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുരേഷ്, തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം അല്പസമയത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർക്ക് ജയിച്ചെത്തിയ MLA-മാർ മുഴുവനും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് ഉറപ്പിക്കാനാകാത്ത സാഹചര്യമുണ്ട് എന്നുകൂടി വരുന്നു. എന്തൊക്കെയാണ് കർണാടകയിൽ സംഭവിക്കുന്നത്? രേണുക, ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ക്യാമ്പിലുള്ള ആശങ്ക എന്ന് പറയുന്നത്. കാരണം 4 പേർ പങ്കെടുക്കാതിരുന്ന സാഹചര്യം, പങ്കെടുക്കാൻ എത്തുന്നത് വൈകിയ സാഹചര്യം എന്നുള്ളതാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. എന്താണെങ്കിലും 4 പേർ എത്തിയോ എന്നുള്ളതിനെ കുറിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുള്ള വാദം 3 അംഗങ്ങൾ എത്തി എന്നുള്ളത് തന്നെയാണ്. എങ്കിൽ പോലും അതൃപ്തിയുണ്ട് കോൺഗ്രസിൽ. വളരെ ചുരുക്കം അംഗങ്ങൾക്കെങ്കിലും ഇക്കാര്യത്തിൽ എന്നുള്ളത് തന്നെയാണ് ഇത് വ്യക്തമാകുന്നത്. ഇവരെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് BJPയുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. അതേസമയം അല്പം മുൻപ് സംസാരിച്ച ജനതാദൾ നേതാവ് കുമാരസ്വാമി പറയുന്നത് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ ഒരു തീരുമാനം, പാർട്ടി ഒരു ജനതാദൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ജനതാദളിന്റെ തീരുമാനം എന്ന് പറയുന്നത് കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്തേക്ക് അല്ലെങ്കിൽ കോൺഗ്രസിനെ വിട്ട് BJPയിലേക്ക് പോകുന്ന കാര്യം ഇപ്പോൾ തങ്ങളുടെ പരിഗണനയിലില്ല, അത്തരമൊരു ആലോചനയുമില്ല, അത് അസംഭവ്യമാണ് എന്നുള്ളതാണ് കുമാരസ്വാമി പറയുന്നത്. അല്പം മുൻപ് സംസാരിച്ച JDU-ന്റെ ശരവണ എന്ന് പറയുന്ന MLA-യും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കാനാണ് ജനതാദളിന്റെ തീരുമാനം എന്നുള്ളത് തന്നെയാണ് ശരവണയും പറഞ്ഞിരുന്നത്. എന്നാൽ ഇങ്ങനെ കുമാരസ്വാമിയും ശരവണയും മറ്റു നേതാക്കളും HD ദേവഗൌഡയും ഒക്കെ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പറയുമ്പോൾ പോലും JDS-ലെ 5 അംഗങ്ങൾ ഒരുപക്ഷെ കൂറുമാറിയേക്കുമെന്നുള്ള ആശങ്ക JDS ക്യാമ്പിലും വളരെ ശക്തമാണ്. കാരണം 5 പേർ ഇത് ഈ പറയുന്നത് പോലെ തന്നെ വളരെ ശക്തമായി സിദ്ധരാമയ്യയോട് എതിർപ്പുള്ള, കോൺഗ്രസിനോട് സഖ്യം ചേരുന്നതിൽ വിയോജിപ്പുള്ള 5 പേർ വിട്ടുനിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. ഏതായാലും JDS-ന്റെ യോഗം നേരത്തെ അല്പസമയത്തിനകം തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ പോലും യോഗം തുടങ്ങാൻ 11 മണിയാകും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. ഇതിനിടെ കുമാരസ്വാമിയുമായി കൂടിക്കാഴ്ച നടത്താനും BJP നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. കാരണം 3 കേന്ദ്രമന്ത്രിമാർ JP നഡ്ഡയടക്കമുള്ള മുതിർന്ന, പ്രകാശ് ജാവ്ദേക്കർ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് എത്തിയിട്ടുള്ളത്. JP നഡ്ഡയും ധർമ്മേന്ദ്ര പ്രധാനും പ്രകാശ് ജാവ്ദേക്കറും എത്തിയിട്ടുണ്ട്. പ്രകാശ് ജാവ്ദേക്കർ കുമാരസ്വാമിയുമായി കൂടിക്കാഴ്ച നടത്താൻ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ എത്തിയെന്ന് വരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിനും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. എങ്കിൽ പോലും വളരെ ശക്തമായി തന്നെ ഇക്കാര്യത്തിൽ കുമാരസ്വാമിയെയും അതോടൊപ്പം തന്നെ കുമാരസ്വാമിയെ ഒരുമിച്ച് ജനതാദളിനെ ഒരുമിച്ചെടുക്കുക എന്നുള്ളതാണ് BJPയുടെ മുന്നിലുള്ള ആദ്യ അജണ്ട. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. ഇനി JDS-ന്റെ ഒരു മലക്കം മറിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ? ഇവിടെ കോൺഗ്രസിനൊപ്പം നിൽക്കുകയും അവരുടെ MLA-മാരെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതുവരെ കളിച്ച കളികളെല്ലാം പാഴാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് മുന്നിൽ കണ്ടുകൊണ്ട് ഇനി BJP പാളയത്തിലേക്ക് അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? അതിനുള്ള സാധ്യതകളുണ്ടോ?
സാധ്യത വളരെ കുറവാണ് രേണുക. കാരണം BJP-യിലേക്ക് ജനതാദൾ എസ് ഒരുമിച്ച് പോകുക എന്ന് പറയുന്ന സാധ്യത അത് കുമാരസ്വാമിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അംഗങ്ങൾക്കോ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് ദേവഗൌഡ വഴങ്ങില്ല. അതിന് 2019 എന്ന് പറയുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് ദേവഗൌഡയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ സ്വപ്നമാണ്. കാരണം ദേവഗൌഡ ഒരു മുൻ പ്രധാനമന്ത്രിയാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേവഗൌഡ, അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ്, അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ ഉത്തർപ്രദേശിലെല്ലാം കണ്ടതുപോലെ തന്നെ മായാവതിയും മറ്റ് മുലായം സിംഗ് യാദവും അടക്കമുള്ള സഖ്യം, അത്തരത്തിലുള്ള ഒരു സഖ്യങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് BJP-ക്ക് എതിരെ ദേശീയ തലത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ BJP-ക്ക് ഒരു വലിയ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ, ഒരു സഖ്യ സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തിക്കാട്ടിയേക്കുമെന്നുള്ള ഒരു സ്വപ്നം ദേവഗൌഡയുടെ ഉള്ളിലുണ്ട്. അത് കഴിഞ്ഞ ദിവസം മായാവതി സംസാരിച്ചപ്പോഴും മായാവതി ദേവഗൌഡയെ വിളിച്ച് സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ മമതാ ബാനർജിയും ദേവഗൌഡയെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഈ സംസാരത്തിലൊക്കെ ഒരുപക്ഷെ അത്തരത്തിലൊരു സാധ്യത, ഒരു വിദൂര സ്വപ്നം ദേവഗൌഡയുടെ മനസ്സിൽ എവിടെയോ സൂക്ഷിക്കുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ BJP-യിലേക്ക് പോകുക എന്ന് പറയുന്നത് ദേവഗൌഡയെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. ദേവഗൌഡ അങ്ങനെ ചിന്തിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ജനതാദൾ എസ് ഒരുമിച്ച് BJP-യിലേക്ക് പോകുക എന്ന് പറയുന്നത് കർണാടകയിൽ നടക്കാൻ സാധ്യതയില്ല. മറിച്ച് BJP-യും അത് സ്വപ്നം കാണുന്നില്ല. മറിച്ച് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയതിൽ ജനതാദൾ എസിൽ ഭിന്നതയുള്ള ജനതാദൾ എസിലെ അംഗങ്ങളെ സ്വാധീനിക്കുക. അവർക്ക് ഒരുപക്ഷെ കൂറുമാറ്റ നിരോധന നിയമം അവരെ ബാധിക്കും. വളരെ ചുരുക്കം അംഗങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്നത് രാജിവെക്കുകയോ വോട്ടെടുപ്പിൽ വിട്ടുനിൽക്കുകയോ ഒക്കെ ചെയ്യാവുന്ന സാഹചര്യങ്ങൾ. അത് ഒരു വിപ്പ് നൽകിയാൽ അത് വീണ്ടും ബുദ്ധിമുട്ടാകും. അതാണ് ഇത്തരത്തിലുള്ള ഈ 4-5 അംഗങ്ങൾക്ക് BJP-യെ പിന്തുണയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവരെ പിന്തിരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. അതാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കീറാമുട്ടിയായി നിൽക്കുകയും ചെയ്യുന്നത്. അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതാണ് BJP ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കാരണം സ്വതന്ത്ര അംഗങ്ങൾ കൂടുതൽ ഇല്ല എന്നിരിക്കെ മറ്റ് പാർട്ടികളിൽ നിന്ന് അടർത്തിയെടുക്കുമ്പോൾ കൂറുമാറ്റ നിരോധന നിയമം അവരെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വഴികളെക്കുറിച്ചാണ് BJP-യും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ കോൺഗ്രസ് JDS പാർട്ടി കേന്ദ്രങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നതും അതുതന്നെയാണ്. എന്തായാലും പാർലമെന്ററി പാർട്ടി യോഗം കോൺഗ്രസിന്റേത് 11 മണിക്കാണ് ആരംഭിക്കുക. ഇതിൽ ഇതുവരെ 58 പേർ മാത്രമേ യോഗത്തിനായി എത്തിയിട്ടുള്ളൂ എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നു. ബാക്കിയുള്ളവർ അതിൽ കുറച്ചുപേർ വിട്ടുനിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തകൾ കൂടി വരുന്നുണ്ട്. എന്തായാലും 11 മണിക്ക് യോഗം ചേരുമ്പോഴായിരിക്കും അതിൽ ചിത്രം വ്യക്തമാവുക. അതിനുശേഷം JDS-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം നടക്കും. BJP പാർലമെന്ററി പാർട്ടി യോഗവും ചേരാനിരിക്കുന്നു. യെദ്യൂരപ്പ ഇന്ന് വീണ്ടും ഗവർണറെ കാണുമെന്ന സൂചനകളുണ്ട്. ഗവർണർ എന്ത് നിലപാടെടുക്കുന്നു, BJP-ക്ക് അനുകൂലമായി ഗവർണർ നീങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സാഹചര്യം കൂടി കോൺഗ്രസ് മുന്നോട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. എന്തായാലും ഈ വാർത്തകളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം.